കോൺഗ്രസ്സിലാണ് തമ്മിത്തല്ല്, അവരയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പല ആളുകളും ഇതുപോലെ വിമർശനങ്ങൾ അഴിച്ചുവിടാണ്. സത്യത്തിൽ ഈ പ്രശ്നം നടക്കുന്നത് മറ്റുള്ള പാർട്ടികളിലാണ്. കാരണം കോൺഗ്രസ്സിലെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിൽ എല്ലാവർക്കും അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിനെ പറ്റി ഇപ്പോൾ ഒരു വലിയൊരു നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വേറെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ അഭിപ്രായം പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു സമവാക്യം ഉണ്ടാക്കി വീണ്ടും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ അഴിമതി ഇതിനകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൊടകര കുഴൽമണക്കേസ് നമുക്കറിയാം. സന്ദീപ് വാര്യരുടെ ഒരു ഗതികേട് നോക്കുക. കാരണം ഇദ്ദേഹം എല്ലാ ചാനലിലും വന്ന് ബി ജെ പിക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ വലിച്ചു കീറി ഒച്ചപ്പാട് ലഹളയുണ്ടാക്കി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എന്തായി ഗതി? കാരണം അദ്ദേഹത്തിനെ ചവിട്ടി, അദ്ദേഹത്തിനെ തരം താഴ്ത്തി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾക്ക്, അതിലും ബി ജെ പിക്ക് പ്രധാനപ്പെട്ട ആളാണല്ലോ, നമുക്ക് പ്രധാനപ്പെട്ട ആളില്ലെങ്കിലും ബി ജെ പിക്ക് പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കേരളത്തിൽ. അയാളുടെ വായിലെ നാക്ക് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അയാൾ ഒരു പ്രശ്നം അയാൾക്കുണ്ടാവുമ്പോൾ പാർട്ടി ഇടപെടണ്ടേ? അതിന് ബി ജെ പിയുടെ ഒരു പ്രശ്നം. ബി ജെ പിയിൽ കേരളത്തിൽ ആർക്കും ഒരു വിലയില്ല. കാരണം ഇപ്പോൾ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഇവരൊക്കെ എന്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള ഒരു 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 വിഴമ്പൽ അല്ലെങ്കിൽ എന്താ ഒരു കളികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. അല്ലാണ്ട് പാർട്ടി എന്നും പറഞ്ഞിട്ട് ജനങ്ങൾ ഇപ്പോൾ ബി ജെ പി വന്നു കഴിഞ്ഞാണെങ്കിൽ മല മറയ്ക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാവുണ്ടല്ലോ ആളുകൾക്ക് ബി ജെ പി വന്നാൽ എന്തായിരിക്കും ഗതികേട്. ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി വന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ തൃശ്ശൂർ ജയിച്ചിട്ട് എന്ത് കോമാളിത്തര കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മമ്മൂട്ടി പറഞ്ഞ വേണ്ടടാ നിനക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞാൽ പുള്ളി കേട്ടില്ല. ഇനി ആളുകളുടെ ഇടയിൽ ചീഞ്ഞ് നാറണം, മാനം കടണം, അത്ര പേരെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ഇപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അന്വേഷിക്കാനുമില്ല, സമാധാനിപ്പിക്കാനുമില്ല, ഒന്നിനും ഇപ്പോൾ ഈ പാർട്ടിയില്ല. സന്ദീപ് വാര്യരുടെ മാനസികമായ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ ആരുമില്ല. ഇവിടെ ഇപ്പോൾ മാശ്വാട്ടി ചാട്ടവല വെച്ചേക്കാണ്. ഈ മീൻ ചാടി വീഴുന്ന ഒരു വലയുണ്ടല്ലോ, ആ ചാട്ടവല ഇപ്പോൾ മാശ്വാട്ടി വെച്ചേക്കാണ് എല്ലാവർക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടുന്ന ആളുകളെ വാ പിടിച്ചോ ഇങ്ങോട്ട് പറയുന്നു പറഞ്ഞ് കയറ്റിയിരുന്നതാണ്. കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നിന്ന് ചാടി വരുന്ന ആൾക്കാരൊന്നും വേണ്ട, ഞങ്ങൾക്കിവിടെ ഈ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരൊന്നും ഒരു ദാരിദ്ര്യമില്ല, ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഈ ഗതികേട് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ബി ജെ പിയുടെ ആളുകൾക്ക് ആർക്കിപ്പോൾ ഒരു വിലയുള്ളത് കേരളത്തിൽ ഒന്ന് പറഞ്ഞ്. സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അഴിമതി കഥകൾ ഇതൊക്കെയല്ലേ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബി ജെ പി വന്നാൽ എന്നിപ്പോൾ കുറേ ചില സമുദായങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി മാറ്റണം എന്നൊക്കെ. ബി ജെ പി ഇവിടെ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇപ്പോൾ തുടങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ബി ജെ പി വരണമെന്നും പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇപ്പോൾ 8 വർഷമല്ല കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്.